ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ട് തളപതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് വിജയ്. യെസ്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി അതിൻ്റെ ഒരു ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് വരുന്നത്. നമുക്ക് താഴേക്ക് വെച്ച് നമ്മൾ തളപതി ഈ പള്ളിയിൽ പോകുന്ന ഫോട്ടോയെ കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രെൻഡിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കാൻ വന്നത്. ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തളപതിയുടെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പൊളിറ്റിക്കലിൽ കയറി, സോ നല്ല കാര്യമാണ്. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, എന്ത് പറഞ്ഞാലും നമുക്ക് റോങ് ആവും. പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. അനുകരിക്കാനാണോ, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവരും നമ്മളുടെ ഒരാളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ബട്ട് ഒരു ടീസ് എന്താണ് ചിന്തിച്ചതെന്നുള്ളത്, എന്താണ് തളപതി വിജയുടെ മൈൻഡിലുള്ളതെന്നുള്ളതും ഐ ഡോണ്ട് നോ. ഒരു കാര്യം പറയാം, നല്ലൊരു ഹെൽപ്പിംഗ് മൈൻഡോട് കൂടിയാണ് പൊളിറ്റിക്കലിലേക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്, നല്ല അടിപൊളി കാര്യം തന്നെയാണ്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. സോ എന്തായാലും തമിഴ്നാട്ടിലെ അടുത്ത മത്സരത്തിൽ 2026 വിജയിക്കുക. ആൻഡ് ഈ ഒരു പ്രസൻറ്റേഷനെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും റോങ് ആയിപ്പോവും. സോ അതിൻ്റെ ആരും ഒന്നും വിചാരിക്കരുത്, ഞാൻ ദൈവത്തിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. സോ പുള്ളിക്കാരൻ പള്ളിയിൽ പോയി നോമ്പ് കുറിച്ചു, നിസ്കരിച്ചു, അതെന്തോ ആയിക്കോട്ടെ, അത് അവർക്കിടയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തിനാ പറഞ്ഞ് റോങ് ആക്കാൻ പോകുന്നത്? ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്നുള്ളത്.